ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെസിമൽസിൽ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 0.0049 ഇൻറ്റു 0.0081 ഹോൾ ഡിവൈഡഡ് ബൈ 0.0009 ഇൻറ്റു 0.00007. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. രണ്ട് ഡെസിമൽസിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ സാധാരണ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ആ നമ്പേഴ്സിനെ നമ്മൾ എടുത്തെഴുതും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പറിൽ ഡെസിമൽ പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് നമ്പറായിട്ട് മാറും? 49 ആയിട്ട് മാറും അല്ലേ. സോ 49 ഇൻറ്റു, അതുപോലെ അടുത്തത് നോക്കിക്കേ. അടുത്ത നമ്പറിൽ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചേ. പോയിന്റ് ഇല്ലെങ്കിൽ ഇത് ഏത് നമ്പറായി? 81 അല്ലെ. ഫ്രണ്ടിൽ കിടക്കുന്ന സീറോസിന് വാല്യൂ ഒന്നും ഇല്ല. 81 പോയിന്റ് ഇല്ലെങ്കിൽ. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ താഴത്ത് അതുപോലെ പറഞ്ഞു നോക്കിക്കേ. 0.0009 ആണ്. പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് നമ്പറായി? 9 ഇൻറ്റു അടുത്തതിൽ 7. ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ പ്ലേസസ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ന്യൂമറേറ്റർ നോക്കാം. ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് നോക്കിക്കേ. ആദ്യത്തെ നമ്പറിൽ ടോട്ടൽ എത്രയാണ്? 4 ഡെസിമൽ പ്ലേസ് ആണ്. രണ്ടാമത്തെ നമ്പറിലും എത്രയുണ്ട്? 4 ഡെസിമൽ പ്ലേസ് ആണ് അല്ലെ. പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ള എത്ര ഡിജിറ്റ്സ് ആണോ അതാണ് ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത താഴത്ത് നോക്കിക്കേ. പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ സോ ആ നമ്പറിൽ 4 ഡെസിമൽ പ്ലേസ്. അടുത്ത നമ്പറിലാണെങ്കിലോ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റാണ് ഉള്ളത്? 4 0യും 1 7ഉം ഉണ്ട് അല്ലെ. അപ്പോൾ സോ ആൻസർ എന്താ? 5 വരും അല്ലെ. അപ്പൊ നോക്കിക്കേ, ന്യൂമറേറ്ററിൽ രണ്ട് നമ്പർ കൂടെ ചേർത്ത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 8 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലെ. 4 + 4 8. ഇനി ഡിനോമിനേറ്ററിന്റെ കേസ് നോക്കിക്കേ. ഡിനോമിനേറ്ററിലാണെങ്കിൽ എത്രയാണ്? 4 + 5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ഈ ഡെസിമൽ പ്ലേസിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കി. 9 - 8 ആൻസർ എന്താ? 1 ആണ് അല്ലെ. 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ്. 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ്? 1 ആണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ഇൻറ്റു 10 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2 ആണ് ഡിഫറൻസ് വരുന്നെങ്കിലോ ഇൻറ്റു 100 ചെയ്യണം. 3 ആണെങ്കിലോ ഇൻറ്റു 1000 ചെയ്യണം. അങ്ങനെ പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 1 ആണ്. ഇൻറ്റു 10 ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി എവിടെ ഇൻറ്റു 10 ചെയ്യും? ന്യൂമറേറ്ററിൽ ചെയ്യോ ഡിനോമിനേറ്ററിൽ ചെയ്യും? അതും മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ചെറിയ ഡെസിമൽ പ്ലേസ് എവിടെയാണോ വരുന്നത് അവിടെ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ 8ഉം ഡിനോമിനേറ്ററിൽ 9ഉം ആണ്. സോ നമ്മൾ ഏതെടുക്കണം? കുറഞ്ഞത് വേണം എടുക്കാൻ. സോ ന്യൂമറേറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു 10 ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? എവിടെയാണോ ഡെസിമൽ പ്ലേസ് കുറവെന്ന് നോക്കുക, അവിടെ വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ക്യാൻസലേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്ത് ആൻസറിൽ എത്താൻ പറ്റും. കാരണം നോക്കിക്കേ, 9ന്റെ ടേബിൾ 81 9 ടൈംസ് ആണ്. 7ന്റെ ടേബിൾ 49 7 ടൈംസ് ആണ്. സോ ഇനി ക്യാൻസലേഷൻ ഒന്നും ഇല്ല. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 × 9 × 10 ദാറ്റ് ഈസ് 7 × 9 63 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 0യും കൂടി ഇടുക 630. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്